ഹലോ. അപ്പൊ ഇന്ന് നമ്മൾ ഒരു ഫേസ് പാക്ക് ആണ് കാണിക്കാൻ പോകുന്നത്. എന്ന് വെച്ചാൽ നോർമലി ഞാൻ ഒരുപാട് ഫേസ് പാക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്യാറുണ്ട്. നോർമലി ഞാൻ ഈ ബ്യൂട്ടി പരമായിട്ടുള്ള ഹോം മെയ്ഡ് ഫേസ് പാക്സ് ഒക്കെ വീക്കിലി മുൻപ് ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്. ഇപ്പൊ ഞാൻ ചെയ്യാറില്ല, അതുകൊണ്ട് സ്കിന്നിൽ ഒരുപാട് ഡാമേജസ് വന്നിട്ടുണ്ട്. ഞാൻ ഇപ്പം ചെയ്യുന്നതെന്ന് വെച്ചാല് സൺസ്ക്രീനും മോയ്സ്ചറൈസറും പിന്നെ നമ്മുടെ ഫേസ് വാഷും അത്രമാത്രമേ റെഗുലർ ആയിട്ട് യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പം ഇപ്പം ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു ഹോം മെയ്ഡ് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ടാൻ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫേസ് പാക്ക് ആണ്. അതിൽ ഞാൻ മെയിൻ ആയിട്ട് ചെയ്യുന്നത്, എനിക്ക് ഒരുപാട് അത്യാവശ്യം എനിക്ക് ഫേസ് പാക്സ് ഒക്കെ അറിയാം. എന്റെ സ്കിൻ എന്ന് പറഞ്ഞാൽ മുൻപ് ഓയിലി ആയിരുന്നു, ഇപ്പം ഓയിലി ടു ഡ്രൈയിലോട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം എന്റെ സ്കിന്നിന് ചെയ്യുന്ന ഫേസ് പാക്സ് ഏതൊക്കെയാണ്, അല്ലെങ്കിൽ ഏത് ചില ഇൻഗ്രീഡിയൻസ് ചില ആൾക്കാർക്ക് പിടിച്ചിട്ടില്ല. എനിക്ക് ഏതൊക്കെ ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്യുമ്പോഴാണ് പിമ്പിൾസ് വരുന്നത് അതൊക്കെ എനിക്കറിയാം. പിമ്പിൾസ് പോകുന്നത് ഏതാണ്, പിമ്പിൾസ് വരുന്നത് ഏതാണ്, അതൊക്കെ എനിക്കറിയാം. പക്ഷെ ഞാൻ ഇപ്രാവശ്യം ചെയ്യുന്നതെന്ന് വെച്ചാല് നമ്മൾ യൂസ് ചെയ്യാറുണ്ടല്ലോ, യൂസ് ചെയ്തിട്ട് നമ്മൾ ഒരുപാട് മെയിൽസ് ഒക്കെ ഡ്രാഫ്റ്റ് ചെയ്യാറുണ്ട്. അങ്ങനെ കുറച്ച് കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന അടുത്ത് ഞാൻ ടാൻ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഹോം മെയ്ഡ് ഫേസ് പാക്ക് സജസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പം എനിക്ക് കുറച്ച് ഫേസ് പാക്കിന്റെ ഇത് തന്നു. ഞാൻ അപ്പൊ എന്റെ സ്കിൻ ടൈപ്പ് പറഞ്ഞു, ഓയിൽ ടു ഡ്രൈ ആണ്. അപ്പൊ എനിക്ക് സ്കിൻ ടൈപ്പിനനുസരിച്ച് എനിക്ക് 3 ഇൻഗ്രീഡിയന്റ് ആണ് മെയിൻ ആയിട്ട് പറഞ്ഞത്. ഒന്ന് ഓട്സ്, പിന്നെ ഒന്ന് വന്നിട്ട് ബനാന, പിന്നെ ഒന്ന് വന്നിട്ട് എനിക്ക് നമ്മുടെ ഹണിയാണ് പറഞ്ഞത്. പക്ഷെ എനിക്ക് ഹണി വീട്ടിലില്ല. അപ്പൊ ഞാൻ ഓൾട്ടർനേറ്റീവ് ഇൻഗ്രീഡിയന്റ് ചോദിച്ചു, ഹണിക്ക് പകരം ഓൾട്ടർനേറ്റീവ് ഇൻഗ്രീഡിയന്റ് ചോദിച്ചപ്പോൾ ഗ്ലിസറിൻ പറഞ്ഞു, അലോവേര ഓയിലി ടു ഡ്രൈ സ്കിന്നിന് നല്ലതാന്ന് പറഞ്ഞിട്ട് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഈ രണ്ട് സാധനവും എന്റെ കയ്യിലില്ല. അപ്പൊ ഞാൻ അങ്ങോട്ട് ചോദിച്ചു മിൽക്ക് ഓക്കെ ആണോ എന്നുള്ളത്. കേടുണ്ടു, കേടിനേക്കാളും മിൽക്ക് ഓക്കെ ആണോ എന്നുള്ളത് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം മിൽക്ക് ഓക്കെ ആണെന്ന് പറഞ്ഞു. അപ്പം എന്ത് ഇതാണ് പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത് ജസ്റ്റ് ഞാൻ അതിന്റെ ബെനിഫിറ്റ്സ് ആദ്യം പറഞ്ഞുതരാം. അപ്പം അതായിരിക്കും നമുക്ക് കൂടുതൽ ബെറ്റർ ആയിട്ടുണ്ടാവുക. അപ്പൊ എനിക്കിത് പറഞ്ഞിട്ട് എനിക്ക് 3 ഇൻഗ്രീഡിയൻസ് ആണ് ഫേസ് പാക്കിന് വേണ്ടിയിട്ട് സജസ്റ്റ് ചെയ്തത്: ഓട്സ്, മിൽക്ക് ആൻഡ് ബനാന ഫേഷ്യൽ. ഓക്കെ. അപ്പം അതിന്റെ മെയിൻ ബെനിഫിറ്റ്സ് എനിക്ക് പറഞ്ഞു തന്നത് സൂത്തസ് ആൻഡ് കാം സ്കിൻ, അതായത് നമ്മുടെ സ്കിന്നിലെ ഇറിറ്റേഷൻസ്, ഇൻഫ്ലമേഷൻസ് ഒക്കെ റെഡ്യൂസ് ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിനെ ഒന്നും കൂടെ മോയ്സ്ചറൈസ് ചെയ്ത് ഹൈഡ്രേറ്റ് ചെയ്ത് കാണിക്കും. അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിലുള്ള ഡെഡ് സ്കിൻസിനൊക്കെ റിമൂവ് ചെയ്യും എന്നൊക്കെയാണ് അതിന്റെ ബെനിഫിറ്റ്സ് പറഞ്ഞിട്ടുള്ളത്. എനിക്ക് ഓരോ ഇൻഗ്രീഡിയന്റ് വൈസ് ബെനിഫിറ്റ്സ് പറഞ്ഞിട്ടുണ്ട്. ഞാൻ വേണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് കമന്റിലോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിലോ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ അത് കൂടുതലായിട്ട് ഇട്ടേക്കാം. അപ്പൊ നമ്മുടെ ഇൻഗ്രീഡിയൻസ് നമുക്ക് കണ്ടിട്ട് വരാം. ഓക്കെ. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യാനുള്ളത്, ഏതൊരു ഫേസ് പാക്ക് ഇടുന്നതിന് മുൻപായിട്ടും സ്കിന്ന് നന്നായിട്ട് നമ്മൾ വാഷ് ചെയ്ത് എന്നിട്ട് നമുക്ക് ഇൻഗ്രീഡിയൻസ് ഇതൊക്കെയാണ് നമുക്ക് കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ. മിൽക്കും പിന്നെ നമ്മുടെ ഓട്സ് സോക്ക് ചെയ്തിട്ട് ബനാനയും കൂടി ഇട്ടിട്ടുണ്ട്. നമുക്ക് നല്ലപോലെ സ്മാഷ് ചെയ്ത് കൊടുക്കാം. പിന്നെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ഈ കൂടുതലും നമ്മൾ ഈ മുഖത്ത് ഫേസിലൊന്നും അധികം ഫേസ് പാക്ക് ഒന്നും ഇടാത്ത ആൾക്കാരാണ്, ഇതിന്റെ ഇൻഗ്രീഡിയൻസ് എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നതെന്ന് അറിയാൻ പറ്റാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കയ്യിലോ എവിടെയെങ്കിലും ജസ്റ്റ് ഒന്ന് പരീക്ഷിച്ചതിന് ശേഷം മാത്രം ഫേസിൽ അപ്ലൈ ചെയ്യുക. ഞാൻ ഓൾറെഡി ഈ 3 ഇൻഗ്രീഡിയൻസ് ഞാൻ ഓൾറെഡി അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ തന്നെ അല്ല അപ്ലൈ ചെയ്തിട്ടുള്ളത്, വേറെ ഇൻഗ്രീഡിയൻസ് ഫേസ് പാക്ക് ആയിട്ട് ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ എനിക്ക് വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഡയറക്റ്റ് ഫേസിൽ അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ നമുക്ക് ഹെയർ ഒക്കെ കുറച്ചിങ്ങനെ മാറ്റിയിട്ട് ഈ ഫേസ് പാക്ക് ഒന്ന് അപ്ലൈ ചെയ്യും. വലിയ ബ്രഷ് ആക്ച്വലി കാണുന്നില്ല, ഞാൻ അത് യൂസ് ചെയ്യുന്നത് കുറെ നാളുകൊണ്ട് അതിട്ടിട്ട് കാണുന്നില്ല.
നമ്മൾ ഫുൾ ആയിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നെക്ക് പോർഷനിലും കൂടെ നമ്മൾ അപ്ലൈ ചെയ്യാം. ഞാനിപ്പോ നെക്കിൽ അപ്ലൈ ചെയ്യുന്നില്ല, കാരണം ഞാൻ ഓൾറെഡി കുളിച്ചതാണ്. അപ്പൊ ഇനി കുളിക്കാൻ വയ്യാത്തത് കൊണ്ട് ഞാൻ നെക്കിൽ അപ്ലൈ ചെയ്യുന്നു. നെക്കിൽ അപ്ലൈ ചെയ്ത് നമ്മൾ ഉറപ്പായിട്ട് വാഷ് ചെയ്യുന്ന ഡ്രസ്സിലൊക്കെ ആവും. അപ്പൊ നെക്കിലും കൂടെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ഇതൊരു 15 to 20 മിനിറ്റ്സ് വരെ വെയിറ്റ് ചെയ്യാം. വെയിറ്റ് ചെയ്തിട്ട് നമുക്കിത് വാഷ് ചെയ്യാം. അപ്പൊ നമുക്ക് അതിന്റെ റിസൾട്ട് അറിയാം. ഓക്കെ, അപ്പൊ നമ്മള് 15 to 20 മിനിറ്റ്സ് ആയിട്ടുണ്ട്. നമ്മൾ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഒന്ന് റിമൂവ് ചെയ്ത് നോക്കാം, എത്രത്തോളം റിസൾട്ട് ഉണ്ടെന്നുള്ള റിമൂവ് ചെയ്ത് നോക്കാം. ഓക്കെ, ആക്ച്വലി ഇതിന്റെ റിസൾട്ട് വരുന്നത് നാളെ ആയിരിക്കും കേട്ടോ. നാളെ മോർണിംഗ് ആയിരിക്കും നമുക്ക് ഇതിന്റെ റിസൾട്ട് കാണാൻ പറ്റുന്നത്. എത്രത്തോളം സ്കിൻ ഒന്ന് ബ്രൈറ്റ് ആയിട്ടുണ്ടെന്ന് അറിയാൻ പറ്റുന്ന മോർണിംഗ് ആയിരിക്കും. അപ്പൊ മോർണിംഗ് നോക്കാം. ഞാൻ മോർണിംഗിൽ ഒരു വീഡിയോ കൂടെ അപ്ലോഡ് ചെയ്തേക്കാം. ഓക്കെ, താങ്ക് യു. ഡു സബ്സ്ക്രൈബ്.